2 പഴവും അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് റെഡിയാക്കാം. അല്പം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. ഒരു 50 ഗ്രാം വരും കപ്പലണ്ടി. അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രം വെച്ച് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കാഷ്നട്ട് ഉണ്ടെങ്കിൽ അതും അല്ല, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടെ ഇത്തിരി സ്വാദുള്ളത് ഈ പീനട്ടിനാണ്. ചെറുതായിട്ടൊന്ന് നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ കപ്പലണ്ടി ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ശർക്കര പാനി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ശർക്കര വരും. അത് പൊടി ശർക്കര ഇതിൽ ഇട്ട് കൊടുക്കാം. ഒരല്പം ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര ഉരുകി വരട്ടെ. റോസ്റ്റ് ചെയ്ത കപ്പലണ്ടി ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം കൂടെ ചേർക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റണം. ഒന്ന് വഴണ്ട് വരട്ടെ. ഇത് പഴം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. അധികമായിട്ടങ്ങ് ഉടയ്ക്കണ്ട. ആ പീസെല്ലാം ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. നേരത്തെ നമ്മൾ പാനി കാച്ചു നേരത്തെ പാനി കാച്ചി വെച്ചിരുന്ന ശർക്കരയാണ്. നമുക്ക് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. റാഗിയും ചേർത്തുള്ള സ്നാക്സാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം കൂടെ. ഇതിലേക്ക് നമ്മൾ 1 പിടി തേങ്ങ ചിരകിയതൂടെ ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം ഏലക്കാപ്പൊടിയും 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന കപ്പലണ്ടി കൂടെ ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം. കപ്പലണ്ടിയൊക്കെ ഇടുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റും നമുക്ക് ഇടയ്ക്കൊന്ന് കടിക്കാനൊക്കെ കിട്ടും. എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. പാത്രത്തിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. എല്ലാം റെഡിയായി. ഇനി നമുക്കിതിനെ ഒന്ന് ചൂട് മാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ചൂട് മാറിയതിന് ശേഷം നമുക്ക് റെഡിയാക്കാം. നമ്മുടെ മിക്സ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴവും തേങ്ങയും ശർക്കരയും റാഗിപ്പൊടിയും കപ്പലണ്ടി നെയ്യും ഒക്കെ ചേർത്ത് നല്ലവണ്ണം വഴറ്റി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില വാട്ടിയാണ് എടുത്തത്. കുമ്പിള് കോട്ടിയിട്ട് ഇതേപോലെ ഒരു ഉരുളകളാക്കി നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ഇതേപോലെ ഒന്നും എല്ലാ സ്ഥലത്തും ആവാൻ വേണ്ടി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇങ്ങനെ മടക്കി വയ്ക്കാം. ഇങ്ങനെ നമുക്ക് ഇതേപോലെ എല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതേപോലെ ഒന്ന് എല്ലായിടത്തും ആവുന്ന വിധത്തിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ഡയമണ്ട് ആകൃതിയിൽ നമുക്ക് കിട്ടും.
നല്ല മണമെല്ലാം വരുന്നുണ്ട്. ഈ മിക്സ് എല്ലാം നല്ല ആരോഗ്യം ഹെൽത്തായിട്ടുള്ളതാണ്. പഴവും റാഗിപ്പൊടിയും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ലതാണിത്. പീനട്ടും എല്ലാം ഹെൽത്തിന് നല്ലതാണല്ലോ. കുട്ടികളെല്ലാം ഇത് കഴിച്ചോളും. സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കും ഒക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു നല്ല സ്നാക്സാണിത്. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റീമറും വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചു. അത് വെള്ളം ഒന്ന് ചൂടായി ആവി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഈ അട വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ചൂടായിട്ടുണ്ടത്. പിന്നെ നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാം വെന്ത് നല്ല ആവിയെല്ലാം വരുന്നുണ്ട്. ഇനി നമുക്കിതിന് തണുക്കാൻ വയ്ക്കാം. നമ്മുടെ ഇലയട, സ്നാക്സ്, കുമ്പിളപ്പം എന്നൊക്കെ പറയാം. അത് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. സൂപ്പർ ടേസ്റ്റിലുള്ളതാണ്. ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു സ്നാക്സാണ്. കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെടും. എല്ലാവർക്കും നല്ലതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആളെന്നുള്ള ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായിട്ട് വരാം. താങ്ക് യു.